ഹലോ ഗേസ് ഈ സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഇൻഫോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇവന്റുകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ഫസ്റ്റത്തെ ഇവന്റ് എന്ന് പറയുന്നത് ട്രിനിറ്റി സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നമുക്ക് ഗ്രൂപ്പ് എയുടെ മത്സരങ്ങൾ കാണാനായിട്ട് സാധിച്ചു. അവരുടെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ വോൾക്കാനോ ഇ സ്പോർട്സ് ആണ് ആ ഒരു കോൺസ്റ്റബിൾ ടോപ്പിൽ നിൽക്കുന്നത്. 2 ചിക്കൻ ഡിന്നറോടുകൂടി 67 പോയിന്റാണ് 6 മാച്ചുകൾ വോൾക്കാനോ ഇ സ്പോർട്സ് സ്വന്തമാക്കിയത്. സെക്കൻഡ് SBA ഇ സ്പോർട്സ് എത്തി 49 പോയിന്റുമായിട്ട്. തേർഡ് നമ്മുടെ സ്കൗട്ടിന്റെ ടീമായുള്ള വൈൽഡ് ഫാങ്സ് എത്തിയിരിക്കുകയാണ് 44 പോയിന്റുമായിട്ട്. ഇതിൽ നിന്ന് ടോപ്പ് 12 ടീമുകളാണ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ടീമുകൾ പുറത്തായിരിക്കുകയാണ്. അതിൽ എടുത്തു പറയണ നമ്മളെ സോളിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. 14ാം സ്ഥാനത്താണ് സോൾ ഫിനിഷ് ചെയ്ത് 21 പോയിന്റായിട്ട്. ഒപ്പം റാവൺ ഇ സ്പോർട്സ്, വിൻഗോഡ്, FS ഇ സ്പോർട്സ് തുടങ്ങിയുള്ള ടോപ്പ് ടീമുകൾക്കൊന്നും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. അവർ 4 ടീമുകളും ഈ ഒരു ഇവന്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. സോൾ നിങ്ങൾക്കറിയാം ആൾറെഡി BGS ഒക്കെ കളിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും മേ ബി ഈ ഒരു തേർഡ് പാർട്ടി ഇവന്റ് സീരിയസ് ആയിട്ട് കളിക്കാത്തത്. പക്ഷെ സ്റ്റിൽ ഇവിടെ 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ ഉണ്ട്, എന്നിട്ടും അവർക്ക് അത് ക്വാളിഫൈ ആകാനായിട്ട് സാധിച്ചിട്ടില്ല. ആൻഡ് ഇന്ന് നമുക്ക് ഇനി ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് ബിയിൽ നമ്മളുടെ സാറക്സിന്റെ ടീമായിട്ടുള്ള ലിഖിത ഇ സ്പോർട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈവിള് കളിക്കുന്ന JenXFM വരുന്നുണ്ട്. നമ്മളെ മല്ലൂർഗുള്ള മിത്ത് ഒഫീഷ്യൽസും ഈ ഒരു ഗ്രൂപ്പ് ബിയില് വരുന്നുണ്ട്. അപ്പൊ മാച്ചുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. ട്രിനിറ്റി സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നെ മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ SA2 ഇ സ്പോർട്സിൽ പുതിയൊരു ടൈറ്റിൽ വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ലീക്ക് ഫുള്ളി കൺഫേം ചെയ്തിരിക്കുകയാണ്. വേലറൻ ലൈനപ്പും ആയിട്ടാണ് SA2 വരുന്നത്. അതിന്റെ അനൗൺസ്മെന്റ് വരുന്നതിന് മുന്നേ തന്നെ അതിന്റെ ലീക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നോട്ട് വിൻ ഗെയിമിംഗ് വേലറൻ ചലഞ്ചേഴ്സ് സൗത്ത് ഏഷ്യ ഏകദേശം 1 കോടി രൂപക്ക് മുകളിൽ പ്രൈസ് പൂൾ വരുന്ന ഇവന്റും ഏകദേശം 7 രാജ്യങ്ങളിലെ ടീമുകളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്ത്യയുടെ പിക്ചർ വന്നപ്പോൾ അതിൽ നമുക്ക് SA2 പേരും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. SA2 ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ലീക്കും കൺഫേം ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ അനൗൺസ്മെന്റ് നമുക്ക് SA2 ഭാഗത്ത് നിന്ന് ഉടനെ കാണാനായിട്ട് സാധിക്കും. കാരണം മാർച്ച് 4 മുതൽ നമുക്ക് ഈ ഒരു വേലറിന്റെ ഇവന്റ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായിട്ട് SA2 ആ ഒരു അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കിമോൻ യൂണൈറ്റ് ഏഷ്യ ചാമ്പ്യൻസ് ലീഗ് 2025ന്റെ ഫൈനൽസിലെ 16 ടീമുകളെ ഫുള്ളി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഗോളിലേക്കും RNTXും ക്വാളിഫൈ ആയിട്ടുണ്ട്. ഒപ്പം ബാക്കിയുള്ള 14 ടീമുകളെയും വെച്ച് 16 ടീമുകളാണ് ജപ്പാനിൽ ടോക്കിയോയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഈ ഒരു പോക്കിമോൻ യൂണൈറ്റിന്റെ ഏഷ്യ ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. മാർച്ച് 29-30 ദിവസങ്ങൾ വെച്ചിട്ട് ജപ്പാനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ ടീമുകൾ അതിൽ ഡോമിനേറ്റ് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ റിയൽ ക്രിക്കറ്റ് പറഞ്ഞ ഗെയിമിന്റെ ചാമ്പ്യൻസ് ലീഗ് ഏകദേശം 4,33,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. സോനു എന്ന് പറഞ്ഞ പ്ലെയർ ആണ് അതിൽ ചാമ്പ്യൻ ആയിട്ടുള്ളത്. ഏകദേശം 2 ലക്ഷം രൂപ സോനു എന്ന് പറഞ്ഞ പ്ലെയറും സ്വന്തമാക്കിയിരുന്നു. റിയൽ ക്രിക്കറ്റ് ഒക്കെ കളിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് ചെറുപ്പം മുതൽ ഈ ഒരു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഈ സ്പോർട്സ് ഗെയിംസുകൾ അല്ലെങ്കിൽ ഈ സ്പോർട്സ് ലെവലിൽ ടൂർണമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ റിയൽ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫോ നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് അതുപോലുള്ള റിയൽ ക്രിക്കറ്റിന്റെയും ഈ ഫുട്ബോളിന്റെയും ടൂർണമെന്റുകളിലൊക്കെ നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കും മേ ബി ഇതിൽ ചാമ്പ്യൻ ആവാനും ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാനൊക്കെ കഴിയുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ നടന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് വൺ ഗെയിം ഇ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത പ്രോ ചാമ്പ്യൻഷിപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ക്വാർട്ടർ ഫൈനൽസിന്റെ ഗ്രൂപ്പ് എയുടെ മത്സരങ്ങൾ ഇന്നലെ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ടീം സോള് ആ ഒരു പോയിന്റ് ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 ചിക്കൻ ഡിന്നറടക്കം 63 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. സെക്കൻഡ് ട്രോയ് തമിഴൻസ് എത്തി 58 പോയിന്റ്. തേർഡ് ഷോക്ക് വേവ്സ് എത്തി 2 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 55 പോയിന്റാണ് അവർ സ്വന്തമാക്കിയത്. 7ാം സ്ഥാനത്ത് നമ്മുടെ മല്ലു ടീമായുള്ള എറർ റീസ്പോൺസ് എത്തിയിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ലാസ്റ്റ് മാച്ചിൽ അവരുടെ ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ്. ഏകദേശം 15 ഫിനിഷേഴ്സ് ആണ് ലാസ്റ്റ് മാച്ചിൽ ടീം സ്വന്തമാക്കിയത്. റേസ് സോളോ 7 ഫിനിഷേഴ്സ് സ്വന്തമാക്കി. ആ ഒരു പെർഫോമൻസോട് കൂടി 33 പോയിന്റായിട്ട് ക്വാർട്ടർ ഫൈനൽസിലേക്ക് നമ്മൾ എറർ റെസ്പോൺസ് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ഇതിൽ നിന്നും ടോപ്പ് 12 ടീമുകളാണ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ഗ്രൂപ്പ് എയുടെ മത്സരം നമുക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിച്ചു. പിന്നീട് ഓഫ് സ്ട്രീം ആയിട്ട് ഗ്രൂപ്പ് ഡിയുടെ മാച്ചുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പോയിന്റ് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ RGC ഇ സ്പോർട്സ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലെത്തി 56 പോയിന്റ്. സെക്കൻഡ് ഇൻഫോർണോ സ്കോഡ് എത്തിയ 45 പോയിന്റ്. ആൻഡ് തേർഡ് വസിഷ്ഠ ഇ സ്പോർട്സ് എത്തി 43 പോയിന്റ്. നമ്മളെ ലിഖിത ഇ സ്പോർട്സ് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് 1 ചിക്കൻ ഡിന്നറോട് കൂടി 36 പോയിന്റ് സ്വന്തമാക്കിയാണ്. നമ്മളെ
മാക്ക് കളിക്കുന്ന ജെനിസിസ് ഇ സ്പോർട്സ് 9ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്ത് 35 പോയിന്റുമായിട്ട്. ഇതിൽ നിന്നും ടോപ്പ് 12 ടീമുകൾ തന്നെ നമ്മളെ ക്വാർട്ടർ ഫൈനൽസിലേക്കും ക്വാളിഫൈ ആയിരിക്കുകയാണ്. ഹൈദരാബാദ് ഹൈഡ്രാസിനും TWBക്കും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചിട്ടുമില്ല. ഇനിയും ഇന്ന് ഇതിന്റെ മത്സരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ബാക്കിയുള്ള ഗ്രൂപ്പുകളുടെ. ഈ ഒരു മാച്ചുകൾ നിങ്ങൾക്ക് വൺ ഗെയിം ഇ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൈ സ്പോർട്സും കർണാടക ഗവൺമെന്റും കൂടി കൊളാബ് ചെയ്തുകൊണ്ട് ഒരു CS2 ലാൻ ഇവന്റ് നടത്താൻ പോവാണ്. നമ്മുടെ സ്കൈ സ്പോർട്സിന്റെ CS2 നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2025 ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഈ ഒരു മാസം 27 മുതൽ മാർച്ച് 1 വരെയാണ് ഈ ഒരു ലാൻ ഇവന്റ് നടക്കാൻ പോകുന്നത്. ടോപ്പ് 4 ടീമുകളാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഗോഡ്സ്ലൈൻ അടക്കം 4 ടീമുകൾ ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരായിരിക്കും ആ ഒരു CS2 ചാമ്പ്യന്മാരാകാൻ പോകുന്നത്. അപ്പൊ എന്താ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളെ കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.